സ്മൃതി മണ്ഡപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ എപ്പിസോഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ശാന്തനു മഹാരാജാവിൻ്റെ പുത്രന്മാരായ വിചിത്രവേദനും ചിത്രാംഗതനും. ചിത്രാംഗതനെ ഒരു ചന്ദ്രവൻ ആകാശത്തു നിന്ന് വന്ന് അടിച്ചു വന്നു. രണ്ട് ചിത്രാംഗതന്മാരിവിടെ വേണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വ്യാസൻ വ്യക്തമാക്കിയതായിട്ട് നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല. പിന്നെ ഈ വിചിത്രവേദനുണ്ട്. വിചിത്രവേദന് വിവാഹപ്രായമായപ്പോൾ ഹസ്തൻപുരത്ത് ശാന്തനു മഹാരാജാവ് മുക്കോ സ്ത്രീയായ സത്യവതിയെ വിവാഹം കഴിച്ചതുകൊണ്ട് മറ്റ് ക്ഷത്രിയ രാജാക്കന്മാർ അവരെ സഹിക്കാറില്ല. അങ്ങനെ ഭീഷ്മർ ബലമായി ചെന്ന് കാശി ദേശത്ത് നിന്ന് കാശി രാജാവിൻ്റെ പുത്രിമാരായ അംബാലികമാരെ ബലമായി പിടിച്ചുകൊണ്ട് വന്നു. അമ്മ പറഞ്ഞു, ഞാൻ മറ്റൊരാളെ സ്നേഹിക്കണം, എനിക്ക് അങ്ങനെ അനിയൻ്റെ ഭാര്യയാകാൻ സാധ്യമല്ല. ഭീഷ്മര അമ്പയെ തിരിച്ചുവിട്ടു. അംബികയും അംബാലികയുടെ രണ്ട് അനിയത്തിമാർ. അങ്ങനെ ചിത്രാംഗതൻ്റെ അന്തഃപുരത്തിലേക്ക് അവരെ പറഞ്ഞയച്ചു. 7 വർഷക്കാലം ചിത്രാംഗതനും ആ രണ്ട് നവദമ്പതിമാരും സുന്ദരിമാരായ ആരോഗ്യവതികളായ നവദമ്പതിമാരത്ത് മധുവിധു ആഘോഷിച്ചു. ഏഴാണ്ടൂഴി ശരണ ഏഴമാൻമിഴിമാരുമായി, ഏഴാണ്ടൂഴി ശരണ ഏഴമാൻമിഴിമാരുമായി, വിചിത്രവീരൻ കൂത്താടി രാജയഷ്മ രോഗിയായി, രാജയഷ്മ രോഗിയായി, ഏഴാണ്ടൂഴി ശരണ ഏഴമാൻമിഴിമാരുമായി. 7 വർഷം കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൻ്റെ അന്തഃപുരത്തിൻ്റെ അകത്തു നിന്നും ഇതാ വിചിത്രവീരൻ്റെ ചുമ കേട്ടു. ചുമച്ച് തുപ്പിയത് ചോര. അയാൾക്ക് രാജേഷ്മ പിടിപെട്ടിരിക്കുന്നു. രാജേഷ്മ രോഗിയായി അയാൾ മരിച്ചുപോയി എന്നാണ് വ്യാസൻ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത്.